അനീഷ് ആക്ച്വലി എപ്പോഴും അതിനകത്ത് പറഞ്ഞിരുന്നൊരു ഇതുണ്ട്, ഞാനൊരു സാധാരണക്കാരനാണ്. അനീഷ് ഒരു സാധാരണക്കാരനാണോ? സാധാരണക്കാരൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും സാധാരണക്കാരനാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ എല്ലാരും സാധാരണക്കാരനാണെങ്കിൽ ഞാനൊരു സാധാരണക്കാരനാണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളൊക്കെ സാധാരണക്കാരാണ്, അല്ലെങ്കിൽ എല്ലാവരുടെ അടുത്തും പോയിട്ട് ഞാനൊരു സാധാരണക്കാരനാണെന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, അനീഷ് ഒരു സാധാരണക്കാരനാണോ? ഒരുപാട് സന്തോഷത്തോടു കൂടെ എനിക്ക് ഈ ചോദ്യത്തിന് ഉത്തരം പറയാനായിട്ട് സാധിക്കും. പുറത്തിറങ്ങിയാലൊക്കെ തിരിച്ചറിയപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് ഞാൻ മാറിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സാധാരണക്കാരൻ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി നാലാൾ അറിയുന്ന ഒരു സാധാരണക്കാരനായിട്ട് ഞാൻ മാറിയിരിക്കുന്നു. എന്തോന്നാണോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? അങ്ങനത്തെ പ്ലാൻസ് എന്തായിരുന്നു? ആക്ച്വലി പറയുകയാണെങ്കിൽ എനിക്ക് അധികം പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. നീ ഒന്നും പണയണ്ട. ബിഗ് ബോസിലേക്ക് വരുന്നത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ലേറ്റ് ആയിട്ടാണ് ഞാൻ അറിയുന്നത്. ഇപ്പൊ നിന്നെ സമ്മതിക്കണം, നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നേ? ഇവിടെ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ ഞാനത് മറന്നിരിക്കുകയായിരുന്നു, കാണുമ്പോൾ ചോദിക്കണം എന്ന് വിചാരിച്ചു. ഞാനാണിത് ചോദിക്കേണ്ടത്. എന്തോ സംഭവമുണ്ട്, എനിക്ക് ഇനി തൂറാനുള്ള സമയം കിട്ടുമോ എന്തോ. അവിടെ പലയിടത്തും പറഞ്ഞല്ലോ 2 ദിവസം മുമ്പാണ് എന്നോട് പറഞ്ഞത്, 3 ദിവസം മുമ്പാണ്. എന്റെ മൊത്തൊക്കെ പറയാൻ പറ്റുമോ 3 ദിവസം മുമ്പ് അറിയിച്ചെന്ന്? അതിപ്പോ അങ്ങനെയൊന്നുമില്ല, പറയട നാട്ടുകാരോട്. വിളിച്ച കോളും എൻ്റെ കയ്യിലുണ്ട്, അന്ന് അയച്ച മെസ്സേജും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അതിന്റെ ബാക്കി കാര്യങ്ങളും ഉണ്ട്. ഞാൻ എന്നിട്ട് സർപ്രൈസ്ഡ് ആവുമായിരുന്നു. എന്നെ എല്ലാവരും വിളിച്ചു ചോദിച്ചു 2 ദിവസം മുമ്പാണ് അനീഷിനോട് പറഞ്ഞു. ഗോപാല, ഇനിയിപ്പോ ഞാൻ എന്താണ് ചെയ്യുക? കൃത്യമായിട്ടൊന്നും പറയാതിരിക്കാം, കിടന്ന് ഉരുളുക, അതേ രക്ഷയുള്ളൂ. എന്തിനാ അങ്ങനെ ഒരു കള്ളം? അത് ആക്ച്വലി അത് കള്ളം എന്ന് പറയുകയാണെങ്കിൽ ഞാനത് അക്സെപ്റ്റ് ചെയ്തു തരുന്നു. പക്ഷെ ഇത് എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കുറെ നാള് ഒരു സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ ചിലപ്പോൾ മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. 2 ദിവസം മുമ്പ് എന്നുള്ളത് ഒരു മറവിയാണോ? അതെവിടുത്തെ ന്യായം? അല്ല, അനീഷ് ഒരു കാര്യം പറയുന്നത് കേട്ടല്ലോ, 3 ദിവസം മുമ്പാണ് ബിഗ് ബോസിൽ നിന്നൊരു കോൾ വന്നതാണോ? എന്നോടൊന്നും ചോദിക്കരുത്, എനിക്കൊന്നും അറിയില്ല. ഞാൻ കേറുന്നതിന്, അതായത് ഇവിടെ നിന്ന് കേറുന്നതിന് 3 ദിവസം മുൻപാണ് എനിക്ക് ഫൈനൽ. ഒന്നുകൂടെ ആലോചിക്കൂ. കള്ളം പറയുന്നു. ഏതാണ്ട് എന്റെ അഭിപ്രായത്തിൽ ഒരു 12-14 ദിവസം മുമ്പ് ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്തു. അത്രയ്ക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ തെളിവുകൾ കാണിക്കും. അത് പറഞ്ഞപ്പോ നീ എന്തിനാ ഞെട്ടിയത്? കുട്ടി മാമയ്ക്ക് എന്നെ വിശ്വാസമില്ലല്ലോ എന്നോർത്തപ്പോ ഞാൻ ഞെട്ടി മാമ. ബിക്കോസ് നമ്മുടെ ഡോക്യുമെന്റേഷൻ വീട്ടിൽ എടുക്കാൻ വരുന്നു, അത് കഴിഞ്ഞ് മൈജിയിൽ പോയി ഷൂട്ട് ചെയ്യുന്നു. ഈ പ്രോസസ് ഒക്കെ അനീഷ് മറന്നുപോയോ ഒരു ദിവസം? അത് എനിക്കിപ്പോ കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല. ഞാൻ എന്താ പറഞ്ഞത്? ഓർമ്മയില്ല, ഓർമ്മശക്തി കുറയും, പ്രായമായവരല്ലേ. ഞങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ട് അനീഷ്. ബിക്കോസ് എന്താ അറിയോ, ഞാൻ എടുക്കുന്ന ഒരു ജോലിയാണ്, എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ഞാൻ ഒരാളെ എന്ന് വിളിച്ചു. വ്യക്തമായ ഇൻഫർമേഷൻ കിട്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരിക്കലും നമ്മുടെ ബിഗ് ബോസ് ഓഡിഷൻ കഴിഞ്ഞിട്ട് ഒരാളെ 2 ദിവസം കൊണ്ട് കയറ്റാൻ പറ്റില്ല. അനീഷിനൊക്കെ ഒരുപാട് ദിവസം കിട്ടി. അനീഷ് സത്യം ഞാൻ തുറന്നു പറയട്ടെ, എനിക്കൊന്നും അറിയില്ല. അനുമോള് കയറി വന്നപ്പോ ചോദിച്ചില്ലേ ആരാന്ന് മനസ്സിലായില്ല? ശരിക്കും അനുമോളെ അതിന് മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു? അതോ കളിയാക്കിയതാണ്? സത്യം പറ. അനുമോള് കുറച്ചും കൂടെ ഇപ്പൊ ഒരു എന്താ പറയാ മേക്കപ്പ് ലുക്കിലായിരുന്നു. ഒരുപാട് അഗെയിൻ ഞാൻ ആ വാക്ക് ഉപയോഗിക്കുകയാണ്, സെലിബ്രിറ്റി എന്ന് പറയുന്നത്. ഒരു ഫെയിമിൽ തിളങ്ങി നിൽക്കുന്ന ആളുകളെയൊക്കെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ ചിലപ്പോ കുറച്ച് വ്യത്യസ്തരാണ്. ഇവൻ ഭയങ്കര തമാശക്കാരനാ സാറേ, അടൂർ ഭാഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് ആക്ച്വലി കുറച്ച് വ്യത്യാസമായിട്ട് ഫീൽ ചെയ്തു. പിന്നെ ഞാൻ അനുമോളെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളല്ലായിരുന്നു. അനീഷ് നമുക്ക് ആദ്യമായിട്ട് ഓഡിഷന് വന്നപ്പോൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അനീഷ് ഒരുപാട് നമ്മളോട് പറഞ്ഞു, ഞാനും അനീഷും നമ്മൾ തർക്കിച്ചൊരു വിഷയമുണ്ട്. എന്താ ഉറക്കം വരുന്നു? ഒരു കാര്യം, അനീഷിന്റെ ഒരു സ്ത്രീ വിരോധം, സ്ത്രീകളോട് അനീഷിന് ഇഷ്ടമല്ല. എന്നോട് ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. ഇവൻ 6 മാസം സ്ത്രീകൾക്ക് എന്തിനു മെറ്റർനിറ്റി ലീവ് കൊടുക്കുന്നു, അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഭയങ്കരമായിട്ട് തർക്കിച്ചിരുന്നു. എവിടെ പോണു? തൊണ്ട വെള്ളം കുടിക്കും. ഈ പട്ടിയുടെ മോന്ത കണ്ടിട്ട് പോയാ മതി. അനീഷ് പറഞ്ഞു, എനിക്ക് അകത്ത് ചെന്ന് സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഒരുപാട് കൺസിഡറേഷനെ കൊണ്ടും പരിഗണനകളെ പറ്റിയും സംസാരിക്കണം. അനീഷിന് മനസ്സിൽ എങ്ങനെ ഈ സ്ത്രീ വിരോധം വന്നു എന്ന് ജനങ്ങളോട് അവയർനെസ് കൊടുക്കണം. ഇതൊന്നും ചെയ്തില്ലല്ലോ.
ഇതേതാണ്ട് എലിക്കണിയിൽ സുന വെട്ടതുപോലെ സുന വെട്ട എടുക്കാനും പറ്റില്ല, കെണി ചുമന്നുകൊണ്ട് നടക്കുകയും ചെയ്യണം. മെറ്റേണിറ്റിയുടെ കാര്യം പറഞ്ഞില്ല എന്നുള്ളത് കറക്റ്റാണ്. പക്ഷെ ചില കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. അവയർനെസ് കൊടുക്കാൻ പോയ ആൾക്ക് അവയർനെസ് കൊടുക്കണമല്ലോ. ഇത് ഓർമ്മ പോലും ഇല്ല പറഞ്ഞത്. എന്നെ എങ്ങനെയെങ്കിലും ഈ പൂട്ടിന്നൊന്ന് രക്ഷിക്കണം. അല്ല എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടാവില്ല എന്ന് ഞാൻ പറയുന്നില്ല. മെറ്റേണിറ്റി ലീവിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല. അത് കറക്റ്റ് ആണ്. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. ഇപ്പോഴും അതിൽ ഉറച്ചു വെക്കുന്നു. എന്തിനാണ് 6 മാസം മെറ്റേണിറ്റി ലീവ് കൊടുക്കുന്നത്? അതെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും? അവന്റെ വിദ്യാഭ്യാസ കുറവുണ്ടാവും അങ്ങനെ പറഞ്ഞു. അതുകൊണ്ടല്ല, ഞാൻ കൊളോക്കിലായിട്ട് പറഞ്ഞതാ. മെറ്റേണിറ്റി ലീവ് 6 months കൊടുക്കുന്നത് പലപ്പോഴും ഒരു പ്രിവിലേജ് ആയിട്ട് സ്ത്രീകൾ എടുക്കുന്നതായിട്ട്. സ്ത്രീകളുടെ പ്രിവിലേജ് ആണ്, കാരണം സ്ത്രീകളാണ് പ്രസവിക്കുന്നത്. അപ്പൊ പ്രിവിലേജ് ഉണ്ടാവുമല്ലോ സ്ത്രീകൾക്ക്. അസംബ്ലി പിരിച്ചുവിട്ടു. പെണ്ണുങ്ങൾക്ക് 6 കൊടുത്തിട്ട് ആണുങ്ങൾക്ക് ബാക്കി 1 കൊല്ലം കൊടുക്കൂ. അതൊന്നും നമുക്ക് ഒരു കുഴപ്പമില്ല. അത് പോയിന്റ്. ഞാൻ ചോദിച്ചു വന്നേ, അങ്ങനെ സ്ത്രീ വിരോധം പറഞ്ഞിരുന്ന അനീഷാണ് പോയി പ്രപ്പോസ് ചെയ്തത്. അതിനെ പറ്റിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്കറിയില്ല. ഇങ്ങനെ സ്ത്രീകളോട് ഇത്രയും ഇഷ്ടമല്ലാത്ത അനീഷ് ഈ ഒരു അവസ്ഥയിലേക്ക് വന്നത്. പറ്റിപ്പോയടാ. വേണ്ട നീ ഞാൻ പലതവണ പറഞ്ഞതാ, കേട്ടില്ല. ഞാൻ തന്നെ. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് ഒരു ബെഡ്റൂമിൽ കിടക്കുന്നത് കാണുന്നത്. അല്ലെങ്കിൽ അതിനൊന്നും ഇല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ ആയിപ്പോ പതിയെ ഒരു സ്ത്രീ വിരുദ്ധത എന്ന് പറയുന്ന ഒരു കാര്യം മാറിപ്പോയതായിരിക്കാം. ഇപ്പൊ 100 ദിവസമാണല്ലോ. അതിൽ നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങുന്ന ഒരു 45 day ഒക്കെ കഴിഞ്ഞിട്ടാണല്ലോ. അപ്പൊ അത്രയും സമയം കൊണ്ട് അത് മാറിയോ? അയ്യോ, എനിക്കിപ്പോ ബോധം പോകും. അനീഷ് പോയിട്ട് അനുവിനെ പ്രപ്പോസ് ചെയ്യുമ്പോൾ യു ആർ കംപ്ലീറ്റ്ലി ജെന്യുവിൻ അല്ലേ? മനസ്സറിഞ്ഞ, അല്ലാതെ സ്ട്രാറ്റജി ഒന്നും അല്ലല്ലോ. ആര് പറഞ്ഞു തങ്കുണി? ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. തീർച്ചയായിട്ടും പ്ലാനും അല്ല. അപ്പോ അനീഷിന് എന്തുത്തരാ തിരിച്ചു പ്രതീക്ഷിച്ച്? എനിക്കെന്തോ പോലെ. ഓക്കെ, ഞാനൊരു യെസ് കേൾക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്, യെസ് കേൾക്കും എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് പറഞ്ഞത്. കല്യാണം കഴിക്കാനാണോ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? കല്യാണം എന്ന് വെച്ചാൽ എനിക്ക് ഹരമാണ്. എപ്പ കഴിക്കാൻ പറഞ്ഞാലും അപ്പ കഴിക്കും. അങ്ങനെ ഒരു വൈബ് അനീഷിന് കിട്ടിയിരുന്നു. കിട്ടിയിരുന്നു. അതാ പറഞ്ഞ, എനിക്ക് ഫീൽ ചെയ്തിരുന്നു. നോ പറഞ്ഞപ്പോ എന്ത് തോന്നി? വിഷമം തോന്നി? തീർച്ചയായിട്ടും. ഒന്ന് ഷോക്കായി. ഷോക്കോ? ഞാനങ്ങോട്ട് ഇല്ലാണ്ടായി പോനെ. ഏറ്റവും വലിയ ബ്യൂട്ടി എന്തായിരുന്നു എന്നറിയോ? നിങ്ങൾ ആ പോയിന്റിൽ അത് അവിടെ വിട്ടു എന്നുള്ളതാണ്. അല്ലാതെ പിന്നെയും പോയിട്ട് അത് കൺവിൻസ് ചെയ്യാനോ പിന്നെയും മെൽറ്റ് ചെയ്യാനോ അതിന് ഇറ്റ്സ് ലൈക്ക് 100% ഞാൻ യോജിക്കുന്നു. ജോസിന് എന്തോ ഐഡിയ പറയാണ്ട്. എന്താ ജോസേ? അനുമോൾ എന്ന് പറഞ്ഞ വ്യക്തി പിആറിന്റെ ബലത്തോണ്ട് മാത്രം ജയിച്ചൊരു വ്യക്തിയാണ്. അവറ്റകളുടെ കരച്ചിലേക്കാൻ തന്നെ എന്തൊരു സുഖം, എന്തൊരു സംഗീതാത്മകം. പിആർ വാനിഷയുടെ ഒരു കോമൺ മാൻ ആണ്. പിആറിനെ പറ്റി അറിയില്ല, മനസ്സിലായി? പിആർ ചെയ്തിട്ടില്ല. അതായത് ആ PR എന്ന് പറയുന്ന വാക്ക് ആദ്യമായിട്ട് കേട്ട ഒരാൾ നിങ്ങളുടെ കൂടെ ഉണ്ടറിയാം. അനീഷ് ആദ്യമായിട്ട് കേൾക്കുകയാണ് PR. അതുവരെ അറിഞ്ഞൂടാ PR എന്ന് ആണോ? ഞങ്ങൾ മനസ്സിലാക്കുന്ന 5 വർഷത്തോളമായി ലീവ് എടുത്ത് ഈ ബിഗ് ബോസിലോട്ട് കയറാൻ കാത്തിരുന്ന ഒരാളാണ്. PR-നെ കുറിച്ച് ഒന്നും അറിയില്ല. ഒരു കള്ളൻ, കുറെ നുണ പറയാനും നീയൊക്കെ ഇത് കേട്ട് വായും പൊളിച്ച് നിൽക്കാൻ. നിങ്ങൾ വളരെ ഇന്റലിജന്റ് ആയിട്ട് കളിക്കണം. അല്ലാതെ PR കൊണ്ട് മാത്രം ജയിച്ച ആളെ എനിക്കറിയില്ല. ഇപ്പൊ അനീഷിന് നാളെ അടുത്ത ആഴ്ച നിങ്ങളുടെ വോട്ട് കുറയാം. ഒരു ദിവസത്തെ പ്രവൃത്തി മതി. അത് പോയിന്റ്.